വീട്ടിലെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അമ്മമ്മയ്ക്ക് പിന്നെ കുറെ മക്കളുണ്ടായതുകൊണ്ട് നമ്മൾ ചെന്നാൽ തന്നെ ഒരു കല്യാണത്തിലുള്ള ആൾക്കാരായി. അങ്ങനെ കുറച്ച് ദിവസത്തെ സദ്യക്ക് അടിയുറച്ച് നമ്മൾ നേരെ ഒരു ബിരിയാണിയിലേക്ക് കടന്നിട്ടുണ്ട്. ആനിമോളും ദേവിട്ടുണ്ടാ ഫുഡൊക്കെ കഴിച്ച് നേരെ കളിയിലാണ് കേട്ടോ. അപ്പൊ മാമിന്റെ ഓണക്കോടി ഇവിടെ എല്ലാവർക്കും വിതരണം ചെയ്യണം അമ്മമ്മയുടെ പരിപാടി. അപ്പോൾ എല്ലാവരും എത്തിയപ്പോൾ നമ്മളിതാ ഓണപരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മളിതാ കസേര കളിയിലുണ്ടോ തുടങ്ങിയത്. ഇപ്രാവശ്യം മത്സരത്തിന് വിജയിക്കുന്നവർക്ക് എല്ലാവർക്കും സമ്മാനദാനം ഉണ്ടായിരുന്നു കേട്ടോ. ആരാണ് ജയിക്കുന്നത് അവർക്ക് ഒരു ബേക്കറി പോയി നമ്മളുടെ മെമ്പറാണ് കൊടുക്കുന്നത്. അമ്മയുടെ അനിയത്തി ഒരു മെമ്പറാണ്. അപ്പൊ മെമ്പർ വഴിയാണ് ഇപ്രാവശ്യം എല്ലാവർക്കും ഓണത്തിന് സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. എല്ലാവരും ഒരേ വൈബായതുകൊണ്ട് മക്കൾ മാത്രമല്ല അമ്മമാർ നമ്മുടെ കട്ടയ്ക്കുണ്ടായിരുന്നു കേട്ടോ. ഒരാളെ പോലും ഇപ്രാവശ്യം നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചെക്കന്മാരുടെ കസേര കളിയാണ് കേട്ടോ. അതിൽ അനിയന്മാർ രണ്ടെണ്ണം കട്ടയ്ക്ക് നിൽക്കുകയാണ്. അവസാനം നമ്മളെ മെമ്പർ മകൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ മെമ്പർ മകൻ തന്നെ പ്രോത്സാഹന സമ്മാനം കൊടുത്തോണ്ടിരിക്കുകയാണ്. കസേരകളിൽ നമ്മൾ നേരെ പോയത് ലെമൺ സ്പൂൺ കേട്ടോ. അതിനത് എല്ലാവരും വാശിയേറിയ മത്സരം തന്നെ ആയിരുന്നു കേട്ടോ. ആമിമോളും ആനിമോളും മിഠായി വർക്കെല്ലാം കേട്ടോ. രണ്ടാളും ഒരുപോലെ തന്നെ വിജയിച്ചിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ ഈ ഒരു ഒത്തുകൂടൽ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുമ്പോഴുള്ള ഒരു സങ്കടം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. പണ്ടേ നമ്മൾ ഇവിടുന്ന് പോകുമ്പോ കാരണം ഇപ്രാവശ്യം അത് എല്ലാവരും സങ്കടത്തോടെ അല്ലാതെ പോവാറില്ല കേട്ടോ. എല്ലാ മത്സരം അടിപൊളിയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കുപ്പിയിൽ വെള്ളം, അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ വാശിയേറിയ വടം വലിയിലാണ് കേട്ടോ. ചക്കേട്ടപ്പോ മൊലി തത്തുന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ വലിയിൽ തന്നെ ഞങ്ങൾ ജയിച്ചിട്ടോ. ഒരു ടീം ജയിച്ച ഒരു ടീം തോറ്റാ പിന്നെ എല്ലായിടത്തും പോലെ പറയണ്ടല്ലോ, അവിടെ പിന്നെ കച്ചറയും. പക്ഷെ ഒറ്റ തവണ ദൈവം ഞങ്ങൾക്ക് ആ ചാൻസ് തന്നുള്ളൂ. അടുത്ത 2 തവണയും തോറ്റു തുന്നം പെടാനാണ് ഞങ്ങളെ വിധി. ഇപ്രാവശ്യം അതെ വീട്ടിൽ മാത്രം നമ്മുടെ ഓണം ഒതുക്കി കൂടെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ പൂക്കോടുമ്പടുത്ത് കാറുകൾ തുടങ്ങിയിട്ട് നമ്മൾ എത്തിയിട്ടില്ല. പിന്നെ എന്താലേ അപ്പൊ നേരെ എല്ലാവരും അങ്ങോട്ടേക്ക് വിട്ടു. ഇങ്ങനെയെങ്കിലും ഒരു പാമ്പിനെ തൊടാലെന്ന് കരുതി ഏട്ടതാ സർവ്വദൈവങ്ങളെ വിചാരിച്ചു ആ ചാൻസ് മുതലാക്കി. എനിക്ക് പിന്നെ ഇതിന് ആദ്യം പേടിയാകും. ഞാൻ ആ ഭാഗത്തേക്ക് എടുത്തിട്ടില്ല. എല്ലാ പ്രാവശ്യം പോണോ ഇപ്രാവശ്യം മക്കളാണ് കോളടിച്ചത് കേട്ടോ. അവരിതായി എല്ലാറ്റിലും കയറി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഭക്ഷണം കഴിച്ച് വീണ്ടും നമ്മുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പിന്നെ എല്ലാറ്റിനും കട്ടയ്ക്ക് ഉണ്ടായതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം കൂടി നമ്മൾ അടിപൊളിയാക്കിട്ടോ.